ദ ജേർണലിസ്റ്റിലേക്ക് അന്ധമായ മുസ്ലിം വിരോധം ബി ജെ പിക്ക് വീണ്ടും വലിയ വെല്ലുവിളിയായി മാറുകയാണ്. എൻ ഡി എ മുന്നണിയിലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് ബി ജെ പിയിലെ ചില നേതാക്കളുടെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നടപടികൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ജെ ഡി യു നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമായും അതുപോലെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമായും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ്. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയമാണ് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ അധികാരമോഹങ്ങൾ കരിച്ചു കളഞ്ഞത്. പക്ഷേ ജെ ഡി യുവും അതുപോലെ തന്നെ ടി ഡി പിയും അധികം വൈകാതെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയോ എൻ ഡി എയിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യും എന്നുള്ള പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും നടത്തിയിരുന്നു. എന്നാൽ എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന നിലയിലാണ് ഇപ്പോൾ എൻ ഡി എ മുന്നോട്ട് പോകുന്നത് എങ്കിലും എൻ ഡി എക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ബി ജെ പി നേതാക്കളുടെ വർഗീയത നിറഞ്ഞ നിലപാടുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ആരാധനയ്ക്ക് മേൽ കടന്നു കയറുന്ന വിധത്തിലുള്ള നിലപാടുകൾ വലിയ തോതിൽ എൻ ഡി എ മുന്നണിയെ ഉലയ്ക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇങ്ങനെയൊരു വലിയ ഭിന്നതയിലേക്ക് എൻ ഡി എയെ നയിക്കുന്നത് അസമിലെ അവിടുത്തെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ അവർ നടപ്പാക്കിയ ഒരു തീരുമാനമാണ്. ആ തീരുമാനമെന്ന് പറയുന്നത് നിയമസഭയിൽ ജുമാ നിസ്കരിക്കാനുള്ള അവകാശം അസം സർക്കാർ എടുത്തു കളഞ്ഞു. അത് പിൻവലിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ജെ ഡി യു തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എൻ ഡി എയെ സഖ്യകക്ഷിയായ ജെ ഡി യു താക്കീത് ചെയ്തു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച നിസ്കരിക്കാനായി അസം സംസ്ഥാനത്തിന് നിയമസഭയിൽ നൽകിയിരുന്ന സമയം 2 മണിക്കൂറായിരുന്നു. അതായത് നിയമസഭ നടക്കുന്ന സമയത്ത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സാമാജികർക്ക് 2 മണിക്കൂർ നിസ്കരിക്കാനുള്ള സമയം അനുവദിച്ചിരുന്നു, അതിനുള്ള അവസരം ഒരുക്കിയിരുന്നു. ഇത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു കാര്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ പിൻപറ്റി പോരുന്ന ഒരു നയമായിരുന്നു. എന്നാൽ അത് അസം സർക്കാർ പൊടുന്നനെ റദ്ദാക്കി. അങ്ങനെ ഒരു നടപടിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് ഒരു മുസ്ലിം വിരുദ്ധ നടപടി അല്ലെങ്കിൽ മുസ്ലിം വിരോധം കൊണ്ടുണ്ടായ നടപടി എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പ്രതിപക്ഷം ആ നിലയിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അസം സർക്കാരിൻ്റെയും മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെയും തീരുമാനം അത് മതവിശ്വാസങ്ങളെ തുരങ്കം വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എ സഖ്യകക്ഷിയായ ജെ ഡി യുവിലെ നേതാവ് നീരജ് കുമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള ഭിന്നതയിലേക്ക് എൻ ഡി എ മുന്നണിയെ നയിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, അസം മുഖ്യമന്ത്രിയായ ബി ജെ പിയുടെ ഹിമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം, ദാരിദ്ര്യം തുടങ്ങിയ ആ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഒരിടപെടലും നടത്തുന്നില്ല എന്നും അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത്തരം വിഷയങ്ങളിൽ അതായത് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ തലയിടുകയും ഒക്കെ ചെയ്താൽ വലിയ തിരിച്ചടി ഉണ്ടാവും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകരുത് എന്നാണ് ജെ ഡി യു നേതാവ് നീരജ് കുമാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി എന്ന് പറയുന്നത് അതായത് ഈ നിയമസഭയിൽ നിസ്കരിക്കാൻ വേണ്ടിയുള്ള 2 മണിക്കൂർ സമയം നൽകുന്ന ആ നടപടി അത് പിൻവലിച്ചത് തിരുത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ജെ ഡി യു നൽകിയിരിക്കുന്ന താക്കീത്. അസം സംസ്ഥാനം ഇപ്പോഴും പല കാര്യങ്ങളിലും താഴെ തട്ടിലാണ് നിൽക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ പെരുകി വരികയാണ്. അസമിൽ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനും അസം സംസ്ഥാനം നേരിടുന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുമാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ വിധത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഹിമന്ത് ബിശ്വ ശർമ്മയും ബി ജെ പിയും വലിയ തോതിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും ജെ ഡി യുവിൻ്റെ ഒരു പ്രമുഖ നേതാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെയാണ് മുസ്ലിം എം എൽ എമാർക്ക് നിയമസഭയിൽ സമയം അനുവദിച്ചിരുന്നത്. അത് അവസാനിപ്പിച്ച ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നടപടി ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ പാലിക്കാനുള്ള അവകാശമുണ്ടെന്നും ജെ ഡി യു വ്യക്തമാക്കുകയാണ്. ബി ജെ പിയുടെ ഇത്തരം തീരുമാനങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും ജെ ഡി യുവിൻ്റെ നേതാവ് തുറന്നടിച്ചിരിക്കുന്നു. നോക്കുക, ജെ ഡി യു എന്ന പാർട്ടി മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നു, അതിനുശേഷം ബി ജെ പിക്കൊപ്പം പോയി, വീണ്ടും ഈ പറയുന്ന പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഒപ്പം നിന്നു, പിന്നെയും ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമായി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഒരു സ്വഭാവമുള്ള മുന്നണിയാണ് ഒരു പാർട്ടിയാണ് ജെ ഡി യു. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസരങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളുമാണ് എപ്പോഴും മുഖ്യമെന്ന് പലപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും ഇത്തവണ എൻ ഡി എക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് ഒരു മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം അല്ലെങ്കിൽ കുതിപ്പ് ഇല്ലാതാക്കിയ ജെ ഡി യു പക്ഷേ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എങ്കിലും അവർ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ വിഷയങ്ങളിലൊക്കെ ബി ജെ പി നേതാക്കളുടെ തീവ്ര നിലപാടുകൾക്കെതിരെ നിൽക്കുന്നൊരു
നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ JDU ഈ വിധത്തിൽ പല വിഷയങ്ങളിലും എതിർപ്പ് പറയുകയും പരസ്യമായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ NDAയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അതോടൊപ്പം തന്നെ BJP വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാൻ BJPക്ക് കഴിയുകയുമില്ല. എന്തായാലും അസമിലെ ഈ വിഷയത്തിൽ NDAയുടെ ഭാഗമായ JDU പരസ്യമായി രംഗത്ത് വന്നത് NDA പാളയത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ വിഷയമൊക്കെ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ എടുത്തുപയോഗിക്കാൻ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും തയ്യാറാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും തങ്ങൾ ഭരണം പിടിക്കാനുള്ള നടപടികളിലേക്ക് പോവുക എന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയം, അതായത് JDU NDA സഖ്യത്തിനുള്ളിൽ JDUവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മുതലെടുക്കാനായി ഏറ്റവും അധികം തയ്യാറെടുത്ത് നിൽക്കുന്നത്, തക്കം പാർത്ത് നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന BJPക്കെതിരെ JDU രംഗത്ത് വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് JDU അടക്കമുള്ള, അല്ലെങ്കിൽ TDP അടക്കമുള്ള NDAയുടെ ഭാഗമായിട്ടുള്ള പല കക്ഷികളിലും പിളർപ്പുണ്ടാക്കാനോ അതിൽ പ്രമുഖരെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ NDA സർക്കാരിനെ വെല്ലുവിളിക്കാനോ ഒക്കെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും സാധിക്കും. അതിനുള്ള വഴി തുറക്കപ്പെടുന്ന വിധത്തിലാണ് ഇപ്പോൾ NDAയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങൾ.